ഏവർക്കും നമസ്കാരം. ഞാൻ മഹിമ മറിയം ബിജു. ടാഗോർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സാഹിത്യോത്സവം 2024 9ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി ഒരു അധ്യാപകനാണ്, ഒരു നോവലിസ്റ്റാണ്, ഒരു യാത്രാ വിവരണ ഗ്രന്ഥകാരനാണ്, ഒപ്പം ഇന്ത്യൻ പാർലമെന്റ് അംഗവുമായിരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണാൻ മനസ്സിലായി കാണും. മലയാള സാഹിത്യത്തിന്റെ അതുല്യ പ്രതിഭയും ജ്ഞാനപീഠ പുരസ്കാര ജേതാവും മലയാള സഞ്ചാര സാഹിത്യകാരനും കവിയുമായ ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്ട്, അഥവാ നാം സ്നേഹത്തോടെ വിളിക്കുന്ന SK പൊറ്റക്കാട്ട്. 1913 മാർച്ച് 14 കോഴിക്കോട് ശ്രീ കുഞ്ഞിരാമൻ പൊറ്റക്കാട്ടിന്റെയും ശ്രീമതി കിട്ടൂലിയുടെയും മകനായി ജനനം. അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം കോഴിക്കോട് തന്നെയായിരുന്നു. തുടർന്ന് കോഴിക്കോട് സാമൂതിരി കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായി. അതിനുശേഷം 1937-39 കാലഘട്ടങ്ങളിൽ ഗുജറാത്തി വിദ്യാലയത്തിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് യാത്രകളോടൊക്കെ താല്പര്യം തോന്നുന്നത്. പിന്നീട് അദ്ദേഹം ബോംബെയിൽ ജോലി ചെയ്തു. അപ്പോഴാണ് ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുവാനായി അദ്ദേഹം പരിശ്രമിക്കുന്നത്. തുടർന്ന് 1949 അദ്ദേഹത്തിന്റെ ആദ്യത്തെ കപ്പൽ യാത്ര ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ട് യൂറോപ്പ്, ദക്ഷിണേഷ്യ, പൂർവേഷ്യ, അമേരിക്ക, ആഫ്രിക്ക അങ്ങനെ പല ഭൂഖണ്ഡങ്ങളിലായി ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകി. അങ്ങനെ യാത്രാ വിവരണ ശാഖ എന്നൊരു നവീനമായ ഒരു ശാഖ മലയാള സാഹിത്യത്തിന് ലഭിച്ചു. കോഴിക്കോട് സാമൂതിരി കോളേജിലാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതം ആരംഭിക്കുന്നത്. രാജനീതി എന്ന ചെറുകഥയായിരുന്നു അദ്ദേഹം ആദ്യം പ്രസിദ്ധീകരിച്ചത്. കോളേജ് മാഗസീനിലാണ് അത് ആദ്യം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. തുടർന്ന് പല മാസികകളിലും ആഴ്ചപതിപ്പിലും അദ്ദേഹം എഴുതി. അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ പിറക്കുന്നത് ബോംബെയിൽ വെച്ചിട്ടാണ്. 1939 നാടൻ പ്രേമം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ. തുടർന്ന് 1940 മദിരാശിയിലേക്ക് തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റത്തെക്കുറിച്ച് വയനാടിന്റെ കഥ പറയുന്ന വിഷകന്യക പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ നോവലിന് മദിരാശി സർക്കാരിന്റെ പുരസ്കാരം ലഭിക്കുകയുമുണ്ടായി. തുടർന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ 2 നോവലുകൾ ഇറങ്ങുന്നത്. ഒരു തെരുവിന്റെ കഥയും ഒരു ദേശത്തിന്റെ കഥയും. ഒട്ടനവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടിക്കൊടുത്ത 2 കൃതികൾ. ഇനി അദ്ദേഹത്തിന്റെ യാത്രാ വിവരണ ഗ്രന്ഥങ്ങളിലേക്ക്. നൈൽ ഡയറി, യൂറോപ്പിലൂടെ, പാതിരാസൂര്യന്റെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ, സഞ്ചാര സാഹിത്യം, സിംഹഭൂമി, ബാലിദ്വീപ്, ലണ്ടൻ നോട്ട്ബുക്ക്, അങ്ങനെ ഒട്ടേറെ കൃതികൾ. ചെറുകഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. SK പൊറ്റക്കാട്ടിന്റെ കഥകൾ, ഒട്ടകവും മറ്റു പ്രധാനപ്പെട്ട കഥകളും അദ്ദേഹം എഴുതിയതാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ നർമ്മലേഖനങ്ങളുണ്ട്. പൊന്തക്കാട്, ഗദ്യമേഖല, അങ്ങനെ അദ്ദേഹം കവിതകളും എഴുതിയിട്ടുണ്ട്. പ്രഭാതകാന്തി, സഞ്ചാരിയുടെ ഗീതങ്ങൾ, പ്രേമശില്പി. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ അംശം പേർന്ന കൃതിയാണ് എന്റെ വഴിയമ്പലങ്ങൾ. ഇനി അദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത 2 കൃതികൾ, ഒരു തെരുവിന്റെ കഥയും ഒരു ദേശത്തിന്റെ കഥയും. മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാൻ സാധിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ജ്ഞാനപീഠ പുരസ്കാരം 1980 ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്ക് SK പൊറ്റക്കാട്ടിന് ലഭിക്കുന്നു. അതേ കൃതിക്ക് 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 1977 സാഹിത്യ പ്രവർത്തക സംഘം അവാർഡും ലഭിക്കുന്നു. 1962 ഒരു തെരുവിന്റെ കഥ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1982 കോഴിക്കോട് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ ഡിലിറ്റ് ബഹുമതി നൽകി അംഗീകരിച്ചു. 2003 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ അദ്ദേഹത്തിന്റെ ചിത്രവും ആലേഖനം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പല കൃതികളും പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ദേശത്തിന്റെ കഥ, ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം എന്ന് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ പാർലമെന്റ് ജീവിതത്തിലേക്ക്. 1957 തലശ്ശേരിയിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചു. പക്ഷേ അന്ന് അദ്ദേഹം 1000 വോട്ടിന് പരാജയപ്പെട്ടു. തുടർന്ന് 1962 സുകുമാർ അഴീക്കോടിനെതിരെ മത്സരിച്ചു. 66,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം പാർലമെന്റിൽ MP ആകുന്നത്. സാഹിത്യകാരന്മാരിൽ നിന്നും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അപൂർവം ചിലരിൽ ഒരാളാണ് SK പൊറ്റക്കാട്ട്. കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു SK പൊറ്റക്കാട്ട്. അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിലേക്ക് പോകാം. ജയവല്ലിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. 1950 അദ്ദേഹത്തിന്റെ വിവാഹം. 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും അടങ്ങുന്നതായിരുന്നു കുടുംബം. എന്നാൽ ഭാര്യയുടെ വിയോഗം അദ്ദേഹത്തെ ഒരുപാട് തളർത്തി. തുടർന്ന് 1982 ഓഗസ്റ്റ് 6 അദ്ദേഹം വിശ്രമം പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കുടികൊള്ളുന്നത് കോഴിക്കോടാണ്. അദ്ദേഹത്തിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന കൃതിയിലെ കുറച്ച് വരികൾ. രക്തവും മാംസവുമുള്ള മനുഷ്യജീവികളായിരുന്നു ഒരിക്കലിവർ. ജീവിതമാകുന്ന മഹാനാടകത്തിൽ ഇവർ ഓരോരുത്തരും തങ്ങളുടേതായ ഭാഗം കളിച്ച് മരിച്ചു. ശവക്കുഴിയിൽ, പട്ടടയിൽ, അല്ലെങ്കിൽ വെറും മണ്ണിൽ ഇവർ മാഞ്ഞുപോയി. ചരിത്രത്തിൽ ഇവരുടെ പേര് ഒന്നുപോലും കാണുകയില്ല. പക്ഷേ ഇവരുടെ ചെത്തവും ചൂരുമേറ്റ തെരുവ് ചിരിച്ചുകൊണ്ട് ഇന്ന് നിലകൊള്ളുന്നു. പുതിയ കോലങ്ങൾ ഇവിടെ കെട്ടിയാടുന്നു. പുതിയ കാൽപ്പാടുകൾ പഴയ കാൽപ്പാടുകളെ മായ്ക്കുന്നു. ഈ കഥ അങ്ങനെ നൂറ്റാണ്ടുകളായി തുടരുന്നു. അതെ, SK പൊറ്റക്കാട്ടിന്റെ ജീവിതവും അദ്ദേഹം തന്ന അനുഭവങ്ങളും ഇന്നും തുടരുന്നു. എന്നാൽ അദ്ദേഹം പറയുന്നത് പോലെ പുതിയ കാൽപ്പാടുകൾ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകളെ മായ്ച്ചിട്ടില്ല. ഇന്നും കോഴിക്കോടിന്റെ പുത്രനായി, മലയാളത്തിന്റെ അഭിമാനമായി SK പൊറ്റക്കാട്ട് നിലകൊള്ളുന്നു. നന്ദി, നമസ്കാരം.